മാളയിൽ നിന്നാണ് ഈ അമിത് എന്നുള്ള പ്രതിയെ പിടിച്ചിരിക്കുന്നത്. സൂരജ്, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് എന്താണ് കിട്ടിയിട്ടുള്ള വിവരം? കാരണം കോട്ടയത്ത് അറിയപ്പെടുന്ന വ്യവസായിയും ഭാര്യയുമാണ് ഇയാൾ കോടാലി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയത്. വിവരങ്ങൾ. ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ഈ റൂറൽ എസ് പിയുമായെല്ലാം സംസാരിക്കുമ്പോൾ കോട്ടയത്തു നിന്നുള്ള ടീമും അതുപോലെ തന്നെ മാള പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നതെന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. അതായത് ഈ പ്രതിയുടെ സുഹൃത്തുക്കൾ ഇവിടെ ഒരു കോഴി ഫാം ഉണ്ട്, ആ കോഴി ഫാമിൽ താമസിച്ചു വരികയായിരുന്നു. ഈ സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് ഈ പ്രതി കോട്ടയത്ത് നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി ഈ കോഴി ഫാം ഉടമ നിർമ്മിച്ചു നൽകിയിരിക്കുന്ന സ്ഥലം, ഇവിടെ മറ്റിതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമാണ് ഈ പ്രതി താമസിച്ചിരുന്നത്. കൃത്യമായ സൂചനകൾ പോലീസിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മെലഡൂരിൽ പ്രത്യേകിച്ച് മാള ഏരിയയിൽ ഒത്തിരി കോഴി ഫാമുകൾ പ്രവർത്തിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് നിന്നെത്തിയ സംഘത്തിന് പെട്ടെന്ന് ഈ സ്ഥലം സ്പോട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക സഹായം എന്ന നിലയ്ക്കാണ് ഈ മാള പോലീസിന്റെ സഹായം കൂടി തേടിയത്. അങ്ങനെ മാള പോലീസും കോട്ടയത്ത് നിന്നെത്തിയ സംഘവും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിയെ മെലഡൂരിൽ നിന്ന്, അതായത് ആലത്തൂർ എന്ന് പറയും, മാള മെലഡൂർ ആലത്തൂരിൽ നിന്ന് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അല്പസമയത്തിനകം മാള പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ മാറ്റുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഈ പോലീസിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രതിയുടെ സുഹൃത്തുക്കൾ ഏറെക്കാലമായി ഈ മേഖലയിലെ കോഴി ഫാമിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊപ്പമാണ് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം അവർക്കിടയിലേക്ക് പ്രതി എത്തുന്നു. അതിനുശേഷം ഇവിടെ ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏറെ നിർണായകമായ അല്ലെങ്കിൽ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ പ്രതിയാണ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പോലീസിന് പിടികൂടാൻ സാധിച്ചിരിക്കുന്ന സ്കെയിൽ. സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവാതുക്കലിലെ ഇരട്ട കൊലപാതകത്തിലെ പ്രതി അമിത് ഉറാങ് പിടിയിലായി എന്ന വാർത്ത വരുന്നു. തൃശ്ശൂർ മാളയിൽ നിന്നാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. മാത്രമല്ല, ഈ കോടാലിയിൽ കണ്ട വിരലടയാളം പ്രതിയുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് മാള മേലടൂരിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. ഇയാൾ ശരിക്കും വിജയകുമാറിൻ്റെ വീട്ടിലും ഓഡിറ്റോറിയത്തിലുമൊക്കെ ജോലി ചെയ്തിരുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനിടെ വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും ഫോണുകൾ മോഷ്ടിച്ചതിനും അതുപയോഗിച്ച് പണം തട്ടിയെടുത്തതിനും ഇയാളുടെ പേരിൽ കേസെടുത്തിരുന്നു. അതിൽ ഇയാൾക്ക് ചെറിയ പ്രതികാര മനോഭാവം ഇവരോട് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ 5.5 മാസത്തോളം ഇയാൾ ജയിലിൽ കിടന്നു. ജയിലിൽ കഴിയുന്ന സമയത്ത് അമിതിനെ ഭാര്യ ഉപേക്ഷിച്ചു പോയെന്നും പറയുന്നു. ഈ കാരണങ്ങളാലുള്ള വൈരാഗ്യം കൊണ്ടാകാം വിജയകുമാറിനെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ ഇയാൾ തീരുമാനിച്ചത് എന്ന് വേണം പറയാൻ. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ.